ചിലരൊക്കെ പറയുന്നുണ്ട് ഇവർ ബോധപൂർവം ഈ റിസൾട്ട് വൈകിപ്പിച്ചു, പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ ചേരുന്നതിൽ നിന്നും വിദ്യാർത്ഥികളെ വിലക്കി, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നിഷേധിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അവരെ അയക്കുക. അതിലൂടെ ആ കോളേജുകളെ സഹായിക്കുക, മറ്റ് സ്വകാര്യ സർവകലാശാലകളെ സഹായിക്കുക. ആ ഒരു രീതിയാണ് ഇവർ ബോധപൂർവം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു കൂട്ടർ പറയുന്നത് ഇവരുടെ അറിവില്ലായ്മ കൊണ്ടും മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഇതിൽ ഏതായിരിക്കാം ശരി? രണ്ടാമത്തതാണ് ശരി. അത്രയൊന്നും ആർട്ടിക്കുലേറ്റായിട്ട് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും നമ്മുടെ ബിന്ദു മന്ത്രിക്കോ അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾക്കൊന്നുമില്ല. ഇവർ നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുപോലെ ബൂമറാങ്ങായിട്ട് വരുന്നത്. ബേബി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ സ്വാശ്രയ കോളേജുകളെ നിയന്ത്രിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ? നല്ല ഉദ്ദേശത്തോട് ചെയ്തതാണ്. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് നേരെ വിപരീത റിസൾട്ട് ഉണ്ടാക്കി. സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ ആർക്കും ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുകയില്ല എന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കും. ആ നിയമം ഇല്ലായിരുന്നെങ്കിൽ അത്ര വലിയ ദ്രോഹം ഉണ്ടാവില്ല. അതുപോലെയാണ് ബിന്ദു മന്ത്രിയുടെ കീഴിൽ, മന്ത്രിയല്ല അവരുടെ കീഴ് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അവരിതുപോലത്തെ ഒരു തുഗ്ലക്ക് പരിഷ്കാരം ഉണ്ടാക്കി ഈ പാവത്തിൻ്റെ പെട്ടിലേക്ക് വെച്ചു കൊടുത്തു. അവർക്കിതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടും ബോധമില്ലാത്തതുകൊണ്ടും അത് അതേപടി അംഗീകരിച്ചു. അങ്ങനെ റിസൾട്ട് ഈ രൂപത്തിലെത്തി. അല്ലാണ്ട് അവർ ഇത് ഗൂഢാലോചന നടത്തിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത്ര ഒന്നും ചെയ്യില്ല. അതിനുള്ള കഴിവോ സാമർഥ്യമോ അല്ലെങ്കിൽ അത്ര ഒരു അതിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥ ലാഭം ഉണ്ടാക്കണമെന്നൊന്നും ബിന്ദു സഖാവ് ഒരിക്കലും വിചാരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല CPM-ൻ്റെ സെറ്റപ്പ് അനുസരിച്ച് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല പ്രശ്നം, ഇവരുടെ അറിവില്ലായ്മ, കെടുകാര്യസ്ഥത. പക്ഷേ ഏത് കാര്യവും ചെയ്യുമ്പോൾ മോശമായിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധം.